ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ശിവകാർത്തികേയന്റെ പുതിയ തമിഴ് സ്കൈഫൈ ഫിലിമായിട്ടുള്ള അയലൻ ആണ്. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആകാശത്ത് നിന്ന് ഒരു മിസ്റ്റീരിയസ് എലിമെന്റ് ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നതാണ്. അതിനെ ഫുൾ പവറിൽ എക്സ്പ്ലോർ ചെയ്ത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സെൽഫിഷ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളെയാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. പിന്നീട് കാണുന്നത് ഭൂമിക്കടിയിലെ ഒരു തുരങ്കമാണ്. ആ തുരങ്കത്തിൽ ഇതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, എലിമെന്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവർ പ്ലേസ് ചെയ്തേക്കാണ്. പക്ഷേ ഇവർ അറിയാതെ അതിൽ നിന്ന് അതിൻ്റെ പവർ കുറച്ച് അൺലോക്ക് ആവുന്നുണ്ട്. അങ്ങനെ ആ പ്ലേസ് തന്നെ എക്സ്പ്ലോർഡ് ആയി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ തുരങ്കം കഥയിൽ വില്ലന് സ്വന്തമായിട്ടുള്ളതാണ്. ഇങ്ങനെ മിസ്റ്റീരിയസ് എലിമെന്റിന്റെ പവർ കുറച്ച് ലീക്കായി ഇത് എക്സ്പ്ലോർഡ് ആവുന്നത് കണ്ട് വില്ലൻ ആ സ്റ്റോൺ, അതായത് ആ മിസ്റ്റീരിയസ് എലിമെന്റ് ആയിട്ടുള്ള സ്റ്റോണും കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. വില്ലന്റെ കൂടെ വില്ലന്റെ സ്വന്തം വില്ലത്തിയും ഉണ്ട്. ഇങ്ങനെ ഈ മിസ്റ്റീരിയസ് എലിമെൻ്റ് ആയിട്ടുള്ള സ്റ്റോണിൻ്റെ പവർ കുറച്ച് ലീക്കാവുന്ന സമയത്ത് തുരങ്കത്തിൽ നിന്നും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിഗ്നൽ സ്പേസിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കും അയലാൻ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു പച്ചപ്പൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. അതാണ് നമ്മുടെ നായകൻ്റെ സ്വന്തം നാട്. സോ നായകൻ്റെ സ്വന്തം നാട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്, ഒരു കൂട്ടം ആനക്കൂട്ടങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു കുട്ടിയാന ഒരു കുഴിയിൽ വീഴാണ്. അപ്പം നമ്മുടെ ഹീറോയുടെ എൻട്രിയാണ് ഉള്ളത്, മാസ് എൻട്രിയാണ്. പുള്ളിക്കാരൻ ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ നമ്മുടെ ഹീറോയെ ഒരുപാട് സ്നേഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സോങ്ങോട് കൂടിയാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി കംപ്ലീറ്റ് ആവുന്നത്. ഹീറോയുടെ ഫാമിലി എന്ന് പറയുന്ന ഹീറോയ്ക്ക് ഒരു അമ്മയുണ്ട്, പിന്നെ ഹീറോയുടെ സ്വന്തം കൂട്ടുകാരനും. ഹീറോ ഒരു കൃഷിക്കാരനാണ്, തനി കൃഷിക്കാരൻ. യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും യൂസ് ചെയ്യാതെ, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാതെയാണ് പുള്ളിക്കാരൻ കൃഷി നടത്തുന്നത്. പുള്ളിക്കാരന് ബേർഡ്സ് ഉണ്ട്, പുള്ളിക്കാരന് ആനിമൽസൊക്കെ പെറ്റ്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സമാധാനത്തിൽ സന്തോഷത്തിലും ജീവിച്ചു പോവുകയാണ് നമ്മുടെ സ്വന്തം ഹീറോ. ഹീറോയിനെയാണ് പിന്നെ കാണിക്കുന്നത്. ഹീറോയിൻ ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഹീറോയിൻ നാട്ടിൻപുറത്ത് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റലേഷനെ കുറിച്ച്, അതായത് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ കുറിച്ചും അതിൻ്റെ പേരുകളെ കുറിച്ചും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള പേരുകളൊക്കെ പറയുന്നത്. സോ നമ്മുടെ നായകനപ്പം ഹെൽപ്പ് ചെയ്യുകയാണ് ഹീറോയിന്, ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്കത് ഇൻട്രസ്റ്റിംഗ് ആവുകയും അങ്ങനെ ക്ലാസ് ഭയങ്കര സക്സസ്ഫുൾ ആവുകയും ചെയ്തു. എന്നാൽ ഹീറോയ്ക്കൊന്ന് ഹീറോയിനോട് സംസാരിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ആ സീനകം കടന്നു പോവുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കൃഷിക്കാരനായിട്ടുള്ള നമ്മുടെ നായകൻ്റെ തോട്ടത്തിലേക്ക് ഒരു കൂട്ടം ചീവീടുകൾ വന്ന് ആക്രമിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പാവപ്പെട്ട കൃഷിക്കാരനായിട്ടുള്ള നായകൻ്റെ എല്ലാ വിളകളും നഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് നായകന് തൊട്ടപ്പുറത്തുള്ള പാടത്തിൽ പുള്ളിക്കാരൻ പറയുന്നത്, നിനക്ക് വല്ല ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തൂടെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കീടങ്ങളൊന്നും വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല എന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു സ്പേസ് ഷിപ്പാണ്. ആ സ്പേസ് ഷിപ്പിലാണ് നമ്മുടെ അയലാൻ ഉള്ളത്. അപ്പോൾ അയലാൻ എന്ന് വെച്ചാൽ തമിഴിൽ ഏലിയൻ എന്നാണ് അർത്ഥം വരുന്നത്. സോ ഏലിയൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അതിന് ഈ മിസ്റ്റീരിയസ് എലിമെൻ്റ് ആയിട്ടുള്ള സ്റ്റോണിൻ്റെ പ്ലേസ് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വില്ലനെയാണ്. വില്ലൻ ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളി പറയുന്നത്, ഭൂമിയിൽ കുറേ നാൾ കഴിയുമ്പോൾ ഉള്ള ഫ്യൂൾസ് എല്ലാം തീർന്നു പോകും. അപ്പം നമുക്ക് നമ്മുടെ ഫ്യൂൾസിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത്, ഭൂമിയുടെ അടിയിൽ, അതായത് ഭൂമിയുടെ കോറിൽ ഒരു നോവ ഗ്യാസ് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്യൂൽ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ നോവ ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള മെഷീൻസ് വേണം. ആ മെഷീൻസ് പ്രവർത്തിക്കാൻ നമുക്ക് ഈ പുള്ളിയുടെ കയ്യിലുള്ള സ്പാർക്ക്, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ മിസ്റ്റീരിയസ് എലിമെൻ്റ് ആയിട്ടുള്ള സ്റ്റോണിൻ്റെ പേരാണ് സ്പാർക്ക്. ആ സ്പാർക്ക് ഉപയോഗിച്ച് ഈ നോവ ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ആ സമയത്താണ് പുള്ളിക്കാരൻ പറയുന്നത്, നമ്മുടെ വില്ലൻ പറയുന്നത്, ഈ നോവ ഗ്യാസ് ഇന്ത്യയിൽ ചെന്നൈയിലൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ അത് ഈ സ്പാർക്ക് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഈ നോവ ഗ്യാസ് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ച് അവിടെയുള്ള ഒരുപാട് ആൾക്കാർ മരിച്ചു പോവുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പുള്ളി പറയുന്നു. ഇത് കേട്ട വില്ലന് ദേഷ്യം വരികയും വില്ലത്തെ കൊണ്ട് ആ ഇൻവെസ്റ്ററിനെ കൊന്നുകളയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വശത്താക്കാം, പൈസ കൊടുത്ത് വശത്താക്കാം, പക്ഷെ ജനങ്ങളെ എന്താ ചെയ്യുക? അപ്പോൾ വില്ലൻ പറയുന്നുണ്ട്, അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, അതിനൊക്കെ ഉള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഈ നോവ ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് വെറും മെഷീൻസും മനുഷ്യരെ വെച്ചിട്ട് മാത്രമല്ല, മെഷീൻസിന്, അതായത് റോബോട്ട്സിനെ കൊണ്ടുകൂടിയാണ്. അപ്പോൾ റോബോട്ട്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കൃഷിയൊക്കെ നശിച്ച് നമ്മുടെ നായകൻ ചെന്നൈയിലേക്ക് വന്നിരിക്കുകയാണ്. ചെന്നൈയിൽ പുള്ളിക്കാരൻ സ്വന്തം കൂട്ടുകാരനെ തേടിയാണ് വന്നിട്ടുള്ളത്. സോ കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മുടെ കോമഡി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള യോഗിയാണ്. ഇവരൊരു എയർ ബലൂൺ വെച്ചിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബൈനോക്കുലറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ്റെ കൂട്ടുകാരൻ. സോ പെട്ടെന്നാണ് ഈ എയർ ബലൂൺ മുകളിലേക്ക് പറന്നു പോകുന്നത്. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി നായകൻ്റെ കൂട്ടുകാരനും കൂടി ശ്രമിക്കുന്നു.
അതായത് ഈ ബലൂണിന്റെ പരിപാടിയാണ് ഇവർക്കുള്ളത്. ഈ എയർ ബലൂൺ വെച്ചിട്ട് ഒരു ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഒരു ബോയ് ഫ്രണ്ട് സർപ്രൈസ് ഒരുക്കിയതാണ്. പക്ഷെ നമ്മുടെ ഹീറോ കാരണം ആ എയർ ബലൂൺ പറന്നു പോവുകയും ഇവരുടെ എല്ലാ പ്ലാനും അവതാളത്തിലാവുകയും ചെയ്യുന്നു. 10 മണിക്കാണ് ഈ ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഹീറോ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരുമ്പോഴാണ് ഇവർ അറിയുന്നത്, അതായത് ഹീറോ കാണുന്നത് ഹീറോയിനെയാണ് അവിടെ. അപ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കേണ്ടതും ഹീറോയിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് ഹീറോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഫ്രണ്ട് പറയുന്നത് പുള്ളി പോയ അഡ്രസ്സ് മാറിപ്പോയി. അതായത് ഗോദാവരിയിലേക്ക് പോകേണ്ടത് കാവേരി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയാണ് പുള്ളി എല്ലാ സർപ്രൈസും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഹീറോയിൻ റൂമിലേക്ക് വന്ന് സ്വിച്ച് ഓൺ ആക്കിയ സമയത്താണ് ഈ സർപ്രൈസ് പെട്ടെന്ന് പോപ്പപ്പ് ചെയ്യുന്നത്. സോ ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഇത് ആരാണ് സെറ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടി താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ സ്ലോ മോഷനിൽ നടന്നു പോകുന്ന കാണുന്നു. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നു ഈ സർപ്രൈസ് എല്ലാം പ്ലാൻ ചെയ്ത് ഹീറോ ആണെന്ന്. പിന്നെ നമ്മൾ കാണുന്ന ചെന്നൈ നഗരത്തിന് മുകളിലോട്ട് ഒരു സ്പേസ് ഷിപ്പ് പറന്നു വരുന്നതാണ്. ആ സ്പേസ് ഷിപ്പ് വന്ന ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും. അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് നമ്മുടെ അയലാൻ, അതായത് നമ്മുടെ ഏലിയൻ, കഥയിലെ ഏലിയൻ്റെ എൻട്രിയാണ് ഇത്. അങ്ങനെ വന്ന സമയത്താണ് അയലാന് ഒരു ഓഡിയോ കേൾക്കുന്നത്. അതായത് നീ വന്നിട്ടുള്ളത് മനുഷ്യരെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു സ്ഥലത്താണ്, അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ എന്നാണ് അതിൽ കേൾക്കുന്നത്. അങ്ങനെ അയലാൻഡ് തൻ്റെ സ്പേസ് ഷിപ്പൊക്കെ ഇൻവിസിബിളാക്കി സ്വയം ഇൻവിസിബിൾ ആവാൻ വേണ്ടി കുറച്ച് നേരം എടുക്കുമെന്ന് മനസ്സിലാക്കി. ഇങ്ങനെ പതുക്കെ നടന്ന് പോകുന്ന സമയത്ത് റോഡിലേക്ക് വരുന്നു. അവിടെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിലൊരു വണ്ടി വന്ന് നമ്മുടെ അയലാനെ മുട്ടുന്നു. അങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള അയലാൻ അവിടുന്ന് ജമ്പ് ചെയ്ത് നമ്മുടെ വില്ലൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. വില്ലൻ ആ സ്പാർക്ക് വെച്ചിട്ടുള്ള പ്ലേസിലേക്ക് വരികയും അവിടെ വന്നപ്പോൾ വില്ലൻ ഹെലികോപ്റ്ററിൽ പോകാനിരുന്ന വില്ലനാണ് പെട്ടെന്ന് ഒരു അലാം കേൾക്കുകയും അങ്ങോട്ടേക്ക് എന്തോ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഗ്ലാസ് വന്ന് നമ്മുടെ അയലാനെ 4 സൈഡിലും കവർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വില്ലൻ ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ അയലാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കൈ വെക്കുകയും ആ ഗ്ലാസ്സേ ഡിസ്ട്രോയ് ആയി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് വില്ലൻ തെറിച്ച് വീഴുന്ന സമയത്ത് നമ്മുടെ അയലാൻ ആ സ്പാർക്കും എടുത്തുകൊണ്ട് അവിടുന്ന് ചാടി പോവുകയാണ്. ആ സമയത്താണ് നമ്മുടെ നായകൻ്റെ കാർ അങ്ങോട്ടേക്ക് വരികയും അയലാൻ്റെ മുമ്പിൽ കണ്ടിട്ട് അയലാനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അയലാൻ്റെ ആ പ്രസൻസിൽ വണ്ടി ഡിസ്ട്രാക്റ്റ് ആവുകയും വണ്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്യുന്നു. അയലാന് വില്ലൻ്റെ എല്ലാ പ്ലാനും മനസ്സിലാവുന്നു. അതായത് വില്ലൻ എന്താണ് ചെന്നൈ നഗരത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും വില്ലൻ എന്ന് ആഫ്രിക്കയിൽ ചെയ്തിട്ട് ആഫ്രിക്കക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്നൊക്കെ അയലാന് മനസ്സിലാവുന്നു. എന്നാൽ ആക്സിഡൻറ്റ് സംഭവിച്ച് അയലാൻ എങ്ങോട്ടേക്ക് തെറിച്ചു വീഴുന്നു. ആക്സിഡൻറ്റിന് ശേഷം പിറ്റേ ദിവസം നമ്മുടെ നായകന് നേരെ പോലീസ് വന്ന് എന്താണ് സംഭവിച്ചെന്ന രീതിയിൽ ചോദിക്കുന്നു. ആ സമയത്താണ് നായിക എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നായികയുടെ മുമ്പിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അയലാൻ കണ്ണു തുറക്കുന്ന സമയത്താണ് താനൊരു സയൻസ് എക്സിബിഷൻ്റെ ഉള്ളിലാണെന്ന് അയലാന് മനസ്സിലാവുന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ ഒരു കുട്ടി ഏലിയൻ്റെ വേഷമൊക്കെ കെട്ടി എന്തൊക്കെയോ കാണിക്കുന്നു. ആ സമയത്ത് നമ്മുടെ നായകനും അങ്ങോട്ടേക്ക് വരുന്നു. അവിടെയുണ്ട് നമ്മുടെ നായികയും. നായകൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ നായകൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ അയലാൻ സ്വന്തം പവറൊക്കെ വെച്ചിട്ട് നായികയെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് പവർ ഓഫ് ആവുന്ന സമയത്ത് നായിക വന്ന് താഴെ വീഴുകയും നായകന് പിടിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് ആ എക്സിബിഷനിൽ തീ പിടിക്കുന്നത്. ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നായകൻ ശ്രമിക്കുന്നു. അപ്പോൾ അയലാൻ്റെ ഇൻവിസിബിൾ മോഡ് ഓഫായി പോവുകയും നായകൻ അയലാനെ കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഏതോ കുട്ടി ഏലിയൻ വേഷം ധരിച്ച ഒരു കുട്ടിയാണെന്നുള്ള രീതിയിൽ നമ്മുടെ നായകൻ അയലനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അയലൻ്റെ അടുത്ത് നമ്മുടെ നായകൻ പറയുന്നുണ്ട് ഫാൻസി ഡ്രസ്സായിട്ടുള്ള ഏലിയൻ്റെ ഡ്രസ്സ് മാറ്റുന്നതിനെ കുറിച്ച്. അപ്പോൾ അയലൻ താൻ ശരിക്കും ഒരു ഏലിയൻ ആണെന്നുള്ള കാര്യം നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അയലനൊരു പവറുണ്ട്. അതായത് ഒരാളുടെ കയ്യിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അയാളുടെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ പുള്ളിക്ക് അറിയാൻ പറ്റും. അങ്ങനെ അയലൻ നമ്മുടെ നായകൻ്റെ നല്ല ക്യാരക്ടറായിട്ടുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷെ അയലൻ ഒരു ഏലിയൻ ആണെന്നുള്ള കാര്യം നമ്മുടെ നായകൻ വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് ഇങ്ങനെ നോക്കി ഫ്യൂച്ചറും പ്രസൻറ്റും പാസ്റ്റും ഒക്കെ മനസ്സിലാക്കിയ നമ്മുടെ അയലൻ നമ്മുടെ നായകൻ്റെ ഫുൾ ഹിസ്റ്ററി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നായകൻ പറയുന്നുണ്ട് താൻ വിശ്വസിക്കണമെങ്കിൽ താനിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ നമ്പർ ഏതാണെന്ന് അയലൻ പറയുന്നതിനെ കുറിച്ച്. അയലാൻ്റെ കാര്യം നായകൻ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയുന്നു. പക്ഷെ അവരൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. ആ സമയത്താണ് അയലൻ നായകൻ്റെ സിഗ്നൽ മനസ്സിലാക്കി നായകനുള്ള സ്പോട്ടിലേക്ക് വരുന്നത്. അപ്പം അയലനെ കണ്ട് എല്ലാവരും പേടിക്കുന്നു. യോഗി ബാബു ഭയങ്കര ധൈര്യമുള്ള ഒരാളെ പോലെ ഒരു ഹിറ്റ് എടുത്ത് അയലനെ അടിക്കുകയും അയലൻ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. ബോധം വന്ന അയലാനെ ഇവർ കെട്ടിവെച്ചേക്കാണ്. അയലാൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. ആ സമയത്താണ് നമ്മുടെ നായികയുടെ എൻട്രി. അതായത് എക്സിബിഷനിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് നായകനാണെന്ന് പറഞ്ഞിട്ട് നായിക ഭയങ്കര ഇംപ്രസ് ആവുകയാണ്. നായിക കുറച്ചും കൂടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അയലാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് സ്പാർക്ക് എടുത്തതിന് ശേഷം ഈ അയലാൻ്റെ സ്പേസ് ഷിപ്പിലേക്ക് പോകുന്നു. പക്ഷെ അയലാനെ ഫോളോ ചെയ്ത് വില്ലനും വില്ലൻ്റെ ഗ്യാങ്ങും അങ്ങോട്ടേക്ക് എത്തുകയും വില്ലത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ ഭയങ്കര ഷൂട്ടൗട്ട് നടക്കുകയാണ് അവിടെ. ആ സമയത്ത് നമ്മുടെ അയലാൻ്റെ സ്പേസ് ഷിപ്പ് ഇവരെടുത്തോണ്ട് പോവുകയാണ്. അയലാൻ ആ സമയത്ത് അവിടുന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വില്ലനെ കാണിക്കുന്നു. വില്ലൻ ഹോസ്പിറ്റലാണുള്ളത്. വില്ലന് കുറച്ച് ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ട്. വില്ലൻ കണ്ണ് തുറന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇവർ നമ്മുടെ അയലാൻ്റെ സ്പേസ് ഷിപ്പും കൊണ്ട് ഈ വില്ലന്മാരുടെ ലാബിലേക്കാണ് വരുന്നത്. അവിടെ വില്ലൻ ഇങ്ങനെ ഈ അയലാൻ്റെ പവേഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വില്യം എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. വില്യമിന് നേരത്തെ ഏലിയൻസിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുണ്ട്. അത് അമേരിക്കക്കാരടുത്ത് പറഞ്ഞപ്പോൾ അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇവരിപ്പോൾ ഈ സ്പേസ് ഷിപ്പിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും ഇതിൻ്റെ ഉള്ളിലുള്ള ടെക്നോളജിയൊക്കെ ഇവർ നോക്കുകയാണ്. അയലാൻ നമ്മുടെ നായകൻ്റെ കൂട്ടുകാരെ എന്തൊക്കെയോ റിപ്പയർ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. പിന്നീട് സീൻ പോകുന്നത് വില്ലൻ്റെ അടുത്തേക്കാണ്. വില്ലൻ്റെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വില്യമിനെ കൊണ്ട് കുറേ ഡ്രോൺ ഉണ്ടാക്കുന്നു. ആ ഡ്രോൺ ചെന്നൈ നഗരത്തിലൂടെയൊക്കെ പറപ്പിച്ച് ഏലിയൻ്റെ സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ നായകൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയുടെ അമ്മ വരുന്നു. എന്നിട്ട് ആ കുട്ടിക്ക് ക്യാൻസർ ആണെന്നും ഒട്ടും വയ്യ എന്നുള്ള കാര്യം സങ്കടത്തോടു കൂടി നായകൻ്റെ അടുത്ത് പറയുന്നു. അപ്പോഴും നമ്മുടെ അയലാൻ്റെ സൂപ്പർ പവേഴ്സ് വെച്ചിട്ട് ആ ക്യാൻസർ ക്യൂർ ചെയ്യുകയും പിന്നീട് സ്പാർക്കിൻ്റെ സിഗ്നൽ ഡിറ്റക്ട് ചെയ്തിട്ട് സ്പാർക്കിനെ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വില്ലൻ അയച്ച ഡ്രോൺസ് നമ്മുടെ അയലാൻ്റെ സ്പേസിലേക്ക് വരുന്നത്. ആ സമയത്ത് അയലാൻ നമ്മുടെ നായകനെയും കൊണ്ടൊരു സേഫ് സ്പോട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അയലാൻ തൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ പറയുന്നു, തൻ്റെ കഥകളൊക്കെ പറയുന്നു. അതായത് ഇവരുടെ പ്ലാനറ്റിലേക്ക് ഒരു സിഗ്നൽ വരുന്നുണ്ട്. അതായത് പണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇതുപോലെ വില്ലൻ എടുത്ത് ഉപയോഗിച്ച് ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് തടയാൻ വേണ്ടി അവരുടെ പ്ലാനറ്റ് എല്ലാം കൂടെ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അയലാനെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തതെന്ന് നമ്മുടെ അയലാൻ നമ്മുടെ നായകൻ്റെ അടുത്ത് പറയുന്നു. വില്യം നമ്മുടെ വില്ലൻ്റെ അടുത്തൊരു ഐഡിയ പറയുന്നു. അതായത് സ്പേസ് ഷിപ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ അതിൻ്റെ സിഗ്നൽ കണ്ടിട്ട് അയലാൻ അങ്ങോട്ടേക്ക് വരികയും അയലാൻ അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് വില്യം പറയുന്നു. അതേപോലെ തന്നെ വില്ലൻ അങ്ങനെ സ്പേസ് ഷിപ്പ് എടുത്ത് പുറത്ത് വെക്കുകയും അതിൻ്റെ സിഗ്നൽ കണ്ടിട്ട് അയലാൻ നമ്മുടെ നായകൻ്റെ അടുത്ത് ഇങ്ങനെ സ്പേസ് ഷിപ്പിൻ്റെ സിഗ്നൽ ഡിറ്റക്ട് ചെയ്ത കാര്യം പറയുന്നു. പക്ഷെ നായകൻ എന്തോ ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. അതായത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഡ്രോൺസ് നമ്മളെ ഇന്ന് തന്നെ ചേസ് ചെയ്യുകയും ഈ സിഗ്നൽ ഇങ്ങനെ വരികയും ചെയ്യുന്നതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്ന്. പക്ഷെ അയലാൻ പറയുന്നു താൻ ഇൻവിസിബിൾ മോഡിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ കാണാൻ പറ്റില്ലെന്ന്. അങ്ങനെ നമ്മുടെ അയലാൻ വില്ലൻ ഒരുക്കിയ കെണിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ അവിടെ എത്തിയ സമയത്താണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് വില്ലൻ ഈ ഏലിയൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ അവർ ഇൻവിസിബിൾ മോഡിലാണെങ്കിൽ പോലും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ മെഷീൻ കണ്ടെത്തിയെന്ന്. അങ്ങനെ അയലാൻ നടന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ മെഷീൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ അയലാൻ്റെ ഇൻവിസിബിൾ മോഡ് അവർ ഹൈ ഫ്രീക്വൻസി വെച്ചിട്ട് ഡിസേബിൾ ചെയ്യുന്നു. അങ്ങനെ പാവ അയലാൻ അങ്ങനെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നതും വില്ലന്മാരെ അടിച്ച് ശരിയാക്കുന്നതും. പിന്നെ വില്ലനും നമ്മുടെ ഹീറോയും തമ്മിലുള്ള അടിയാണ്. വില്ലന്മാരുടെ ആൾക്കാരും നമ്മുടെ ഹീറോയും തമ്മിൽ. അങ്ങനെ ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അയലാൻ സ്പേസ് ഷിപ്പിലേക്ക് പോകുന്നതും സ്പേസ് ഷിപ്പ് എടുത്ത് പറന്ന് പോകാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് പക്ഷെ നമ്മുടെ ഹീറോ വില്ലന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. നമ്മുടെ ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി അയലാൻ തിരിച്ചു വരുന്നു. പക്ഷെ അയലാനെ ഇവർ ഫ്രീസ് ചെയ്യുന്നു. വില്ലന്മാർ നമ്മുടെ ഹീറോയെ നന്നായിട്ട് ടോർച്ചർ ചെയ്യാണ്. അങ്ങനെ ബോധം പോയ നമ്മുടെ ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു പുതിയ ഏലിയൻ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വില്യം നേരത്തെ ഉണ്ടാക്കിയ ഡിവൈസസ് ഒക്കെ ഒരു പുതിയ ഏലിയൻ്റെ സിഗ്നൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ കാണുന്നത് നമ്മുടെ പാവ അയലാനെ ഒരു ജാറിൻ്റെ ഉള്ളിലാക്കി വെച്ചേക്കാണ് വില്ലന്മാർ. അവിടെയുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വില്യമിന് ഇതിനോട് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും പക്ഷെ പിന്നെന്ത് ചെയ്യാനാ, വില്ലൻ പറഞ്ഞാൽ പിന്നെ അത് ചെയ്തല്ലേ പറ്റൂ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ പതുക്കെ കണ്ണുകൾ തുറക്കുന്നതാണ് ഹോസ്പിറ്റലിൽ. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഹീറോയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഹീറോയ്ക്ക് എന്തൊക്കെയോ പവേഴ്സ്. അപ്പോൾ ഈ പവേഴ്സിനെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മുടെ ഹീറോ. അങ്ങനെ അപ്പോഴാണ് ഒരു സോങ് വരുന്നത്, ഒരു അടിപൊളി സോങ്. അങ്ങനെ ഗ്ലാസ് ജാറിനുള്ളിലുള്ള നമ്മുടെ അയലാൻ്റെ ബോഡിയിൽ നിന്നും എന്തോ ഒരു ആസിഡ് ഇവർ എക്സ്ട്രാക്ട് ചെയ്യുകയും ആ ആസിഡ് ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കുകയും ചെയ്യുന്നു. അതായത് ഒരു കൈ ഒടിഞ്ഞൊരു എലിക്ക് ഈ ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുമ്പം അതിൻ്റെ കൈ ശരിയാവുന്നത് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ വില്ലൻ്റെ ബോഡിയിലേക്കും ഇതേ ആസിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വില്ലന് ഒരുപാട് പവേഴ്സ് കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത്.
അങ്ങനെ നമ്മുടെ പാവ അയലാൻ്റെ ബോഡിയിൽ നിന്നും ഒരുപാട് ആസിഡ് ഇവർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേ സമയത്ത് വില്യമിനെ കാണിക്കുന്നു. വില്യം ആ ഡിവൈസസിൻ്റെ ഡിറ്റക്ഷൻ മനസ്സിലാക്കിയിട്ട് വേറെ ഏതൊരു ഏലിയൻ കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. ആ സമയത്താണ് നമ്മുടെ ഹീറോ അതേ പ്ലേസിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ഡിവൈസ് വെച്ചിട്ട് ഒരു ഏലിയൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയോ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഏതൊക്കെയോ ഏലിയൻ ഭാഷയിൽ. അതേ നേരം വില്ലത്തി അതേ പ്ലേസിലേക്ക് വരികയാണ്. ഹീറോയുടെ ഫ്രണ്ട്സും ഹീറോയും ഒക്കെ അയലാനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതേസമയം പാവ അയലാൻ ആ ലാബിൽ വെച്ചിട്ട് ഒരുപാട് ടോർച്ചറുകൾ അനുഭവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സീൻ പോകുന്നത് നായികയുടെ അടുത്തേക്കാണ്. നായിക ഒരു സയൻസ് എക്സിബിഷന് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ നായികയെ നമ്മുടെ നായകൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്വന്തം പവേഴ്സൊക്കെ വെച്ചിട്ട്. ഇതേ സമയം വില്യം ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ആ ഏലിയൻ്റെ ഡിറ്റക്ഷൻ നടത്തുകയാണ്. ഡ്രോൺസ് എല്ലാം സിഗ്നൽ കാണിക്കുന്ന സയൻസ് എക്സിബിഷൻ്റെ പ്ലേസിലാണ്. സോ ഇത് മനസ്സിലാക്കിയിട്ട് വില്ലൻ അങ്ങോട്ടേക്ക് വരികയും വില്ലൻ മനസ്സിലാക്കുന്നു ഏലിയൻ്റെ പവർ എല്ലാം നായകനിലും ഉണ്ടെന്ന്. സോ ഏലിയൻ്റെ പവർ വില്ലൻ്റെ കയ്യിലും ഉണ്ട്. സോ ഇവർ തമ്മിൽ നല്ല ഫൈറ്റാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം നായികയെ വെച്ചിട്ട് ഫ്രീസ് ചെയ്യുന്നു. അങ്ങനെ വില്ലൻ ഈ സ്പാർക്ക് നായകൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. നായകനെ ഒരു ട്രക്കിൽ അടയ്ക്കുകയും ചെയ്യുന്നു. ഏലിയൻ്റെ പവർ വെച്ചിട്ട് നായകന് മനസ്സിലാവും അയലാൻ, നമ്മുടെ പാവ അയലാൻ ഈ വില്ലൻ്റെ കയ്യിലാണ് എന്നുള്ള കാര്യം. ഇതേ സമയം വില്ലൻ കുറേ ഇൻവെസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്നു. അതായത് ഇനി നമ്മൾ ഭൂമിയുടെ അടിയിലുള്ള നോവ ഗ്യാസ് കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് വെറും ടൈം വേസ്റ്റും പൈസ വേസ്റ്റുമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ മിസ്റ്റീരിയസ് എലിമെൻ്റ് ആയിട്ടുള്ള ഈ സ്പാർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്ത് അത് വെച്ചിട്ട് നമ്മൾ വെപ്പൺസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇനി ആലോചിക്കാനുള്ളതെന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. വില്ലൻ ഇല്ലാത്ത സമയത്ത് വില്യം അയലാനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു സ്പേസ് ഷിപ്പ് വെച്ചിട്ട്. പക്ഷെ അതേസമയം വില്യം വരികയും അപ്പോൾ തന്നെ വില്യം ഈ അയലാൻ തന്നെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഈ മിസ്റ്റീരിയസ് എലിമെൻ്റ് ആയിട്ടുള്ള ഈ സ്പാർക്ക് വെച്ചിട്ട് നോവ ഗ്യാസിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോവ ഗ്യാസ് പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഡ്രില്ലിങ്ങിൻ്റെ സമയത്ത് ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങോട്ടേക്ക് നമ്മുടെ നായകൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ആൾക്കാരെ. അങ്ങനെ വില്യം നമ്മുടെ നായകന് ഒരു മെസ്സേജ് അയക്കുകയാണ്. അതായത് വില്യം മോശപ്പെട്ട ആളാണെന്ന് അറിയാതെയാണ് അയലാനെ പിടിച്ച് ഹെൽപ്പ് ചെയ്തതെന്ന് വില്യം പറയുന്നു. അങ്ങനെ എന്നിട്ട് അയലാനെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് കടത്താൻ ശ്രമിക്കുകയാണെന്നുള്ള കാര്യവും നമ്മുടെ വില്യം നമ്മുടെ നായകനോട് പറയുന്നുണ്ട്. ഇതേ സമയം നായകൻ ആ ട്രക്ക്, അതായത് അയലാൻ അടച്ചു വെച്ചേക്കുന്ന ആ ട്രക്കിലേക്ക് പോവുകയും ഒരു അടിപൊളി ചേസ് നടക്കുകയാണ്. പിന്നെ ഒരു അടിപൊളി ഫൈറ്റാണ് അവിടെ ഉണ്ടാവുന്നത്. ഈ വില്ലത്തി നമ്മുടെ നായകനും തമ്മിലുള്ള ഫൈറ്റിൽ വില്യം അകപ്പെട്ടു പോവുകയും വില്യം മരിച്ചു പോവുകയും ചെയ്യുന്നു. അതേ സമയത്ത് നമ്മുടെ നായകൻ എല്ലാവരെയും ഫൈറ്റ് ചെയ്തതിനു ശേഷം ഈ വില്ലൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. വില്ലൻ പിന്നെ റോബോട്ട്സിനെ കൊണ്ട് നമ്മുടെ നായകനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരും റോബോട്ടും നമ്മുടെ നായകനും തമ്മിലുള്ള സൂപ്പർ ഫൈറ്റാണ്. എല്ലാ പവറും നഷ്ടപ്പെട്ട നമ്മുടെ അയലാൻ്റെ നായകൻ എങ്ങനെയൊക്കെയോ സ്പേസ് ഷിപ്പിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ സ്പേസ് ഷിപ്പിൽ കയറിയതിനു ശേഷം ഫുള്ളി റീചാർജ് ആവുകയാണ് നമ്മുടെ അയലാൻ. നായകന് ഏലിയൻ പവേഴ്സൊക്കെ നഷ്ടപ്പെടുന്ന പോലെ പുള്ളിക്ക് തോന്നുന്നു. ആ സമയത്താണ് നമ്മുടെ അയലാനും നമ്മുടെ നായകനും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട കാര്യം ഇവർ റിയലൈസ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് തന്നെ നായകൻ ഒരു ഐഡിയ കണ്ടെത്തുകയാണ്. അയലാനെ സ്വന്തം തോളിൽ കയറ്റി നിർത്തിയതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ വില്ലനെ ഫൈറ്റ് ചെയ്യാണ്. വില്ലൻ പെട്ടെന്ന് തന്നെ ഈ നോവ ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ അടിച്ച് ശരിപ്പെടുത്തിയതിനു ശേഷം അയലാൻ സ്പാർക്ക് വില്ലൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു. അതിനുശേഷം അയലാൻ സ്വന്തം ഗ്രഹത്തിലേക്ക് സ്പേസ് ഷിപ്പിൽ കയറി പോവുകയാണ്. ആ സമയത്താണ് അയലാൻ മനുഷ്യരെ കുറിച്ച് ഒരു കാര്യം നമ്മുടെ ഹീറോ എടുത്ത് പറയുന്നത്. അതായത് ഏതൊരു ജീവി ആയാലും സ്വന്തം വയറ് വിശന്നാൽ സ്വന്തം കുട്ടിയെ പോലും കൊന്നു തിന്നും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ സ്വന്തം കുട്ടിയെ പോലെ തന്നെ നോക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അയലാൻ സ്പേസ് ഷിപ്പിൽ കയറി പോകുന്നത്. അതിനുശേഷം നമ്മുടെ നായകൻ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ സന്തോഷത്തിൽ ജീവിക്കുകയാണ് നമ്മുടെ നായകൻ. സോ ആ ദിവസം ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പോയി. സോ ആ കുട്ടിയെ പുഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായകൻ ഏലിയൻ പവേഴ്സൊക്കെ യൂസ് ചെയ്യുന്നു. ഇത് കണ്ട ആളുകളെല്ലാം ഞെട്ടിപ്പോയി. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ഈ ഏലിയൻ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് ഭൂമിയെ രക്ഷപ്പെടുത്താനും എല്ലാവരെയും രക്ഷപ്പെടുത്താനാണ് നമ്മുടെ നായകൻ ഇനി ശ്രമിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ നമ്മുടെ മൂവി ഇവിടെ എൻഡ് ആവുകയാണ്. സോ ഈ മൂവിയെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സി യാ.